عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൻ-നജ്മിന്റെ തഫ്സീറാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. ഈ സൂറത്തിനെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അവ്വലു സൂറത്തിൻ ഉൻസിലത് ഫീഹാ സജ്ദ വൻ-നജ്ം വൻ-നജ്മി ഇദാ ഹവ എന്ന് തുടങ്ങുന്ന ഈ സൂറത്തിലാണ് ആദ്യമായി സുജൂദിന്റെ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത്. അഥവാ ഈ സൂറത്തിലെ അവസാനത്തെ ആയത്ത്, അതിൽ സുജൂദ് ചെയ്യാനുള്ള കൽപ്പനയുണ്ട്. അങ്ങനെയുള്ള ആയത്ത് ആദ്യം അവതരിച്ചത് ഈ സൂറത്തിലാണ്. മക്കിയത്തായ സൂറത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് മുൻപ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിൽ ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൻ-നജ്മി ഇദാ ഹവാ വൻ-നജ്മി ഇദാ ഹവാ. വൻ-നജ്മി നക്ഷത്രം തന്നെ സത്യം. ഇദാ ഹവാ, ഹവ എന്ന് പറഞ്ഞാൽ താഴേക്ക് പതിക്കുന്നതിനാണ് ഹവ എന്ന് പറയുക. താഴേക്ക് പതിക്കുന്നതിനാണ് ഹവ എന്ന് പറയുക. മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം, വൻ-നജ്മി ഇദാ ഹവ ഇദാ റൂമിയ ബിഹി ശയാത്തീൻ. അതുകൊണ്ട് പിശാചുക്കളെ എറിഞ്ഞാൽ, അതുപോലെ ഫജറിന്റെ സമയത്ത് നക്ഷത്രങ്ങൾ അത് നീങ്ങിപ്പോകും. പകൽ വരുന്ന സമയത്ത് പിന്നെ നക്ഷത്രങ്ങൾ കാണുകയില്ല. അപ്പോൾ ആ സമയത്തുള്ള നക്ഷത്രം തന്നെ സത്യം. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ പടപ്പുകളെ സത്യം ചെയ്തു പറയും. എന്നാൽ സൃഷ്ടികളായ നമുക്ക് അള്ളാഹുവിന്റെ പേരിലല്ലാതെ സത്യം ചെയ്യാൻ പാടില്ല. ഇമാം ഷഅബി, താബിഈങ്ങളിൽപ്പെട്ട ഇമാം ഷഅബി ആമിർ ബിൻ ശറാഹീൽ, അദ്ദേഹം പറഞ്ഞു, അൽ ഖാലിഖു യുഖ്സിമു ബിമാ ശാഅ മിൻ ഖൽഖിഹി വൽ മഖ്ലൂഖു ലാ യൻബഗി ലഹു അൻ യുഖ്സിമ ഇല്ലാ ബിൽ ഖാലിഖ്. സൃഷ്ടാവായ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് സത്യം ചെയ്തു പറയും. എന്നാൽ സൃഷ്ടികൾക്ക് സൃഷ്ടാവായ അള്ളാഹുവിന്റെ പേരിലല്ലാതെ സത്യം ചെയ്യാൻ പാടില്ല. വൻ-നജ്മി ഇദാ ഹവാ, നക്ഷത്രം അത് പതിക്കുന്ന പകലിന്റെ സമയത്ത്, നീങ്ങിപ്പോകുന്ന സമയത്ത് ആ നക്ഷത്രം തന്നെ സത്യം. അല്ലെങ്കിൽ പിശാചുക്കളെ എറിയുമ്പോൾ ആ നക്ഷത്രം തന്നെ സത്യം. മാ ضل സാഹിബുക്കും വമാ ഗവാ. എന്താണ് സത്യം ചെയ്ത് അല്ലാഹു പറയുന്നത്? മാ ضل സാഹിബുക്കും, നിങ്ങളുടെ സാഹിബ്, നിങ്ങളുടെ കൂട്ടുകാരൻ ബലാലത്തിലായിട്ടില്ല, വഴികേടിലായിട്ടില്ല. വമാ ഗവാ, അദ്ദേഹം ഗവായത്തിലുമായിട്ടില്ല. ബലാലത്തിലായി പോവുക എന്നാൽ ഒരാൾ വിവരമില്ലാതെ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നതിനാണ് ബലാലത്ത് എന്ന് പറയുക. എന്നാൽ ഗവായത്ത് എന്നാൽ അറിഞ്ഞുകൊണ്ട്, എന്നാൽ മോശമായ ലക്ഷ്യത്തോടെ നേരായ മാർഗത്തിൽ നിന്ന് വഴുതിപ്പോവുക, മാറിപ്പോവുക, മാറി സഞ്ചരിക്കുക. അതാണ് ബലാലത്തിന്റെയും ഗവായത്തിന്റെയും ഇടയിലുള്ള വ്യത്യാസം. ഇത് രണ്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംഭവിച്ചിട്ടില്ല. നിങ്ങളുടെ കൂട്ടുകാരൻ അറിഞ്ഞോ അറിയാതെയോ വഴിതെറ്റിപ്പോയിട്ടില്ല. വദല്ല സാഹിബുക്കും, നിങ്ങളുടെ കൂട്ടുകാരൻ വഴിതെറ്റിപ്പോയിട്ടില്ല. വമാ ഗവ, അറിഞ്ഞുകൊണ്ട് മോശമായ വഴിയിലൂടെ അദ്ദേഹം അവിടുന്ന് സഞ്ചരിക്കുന്നുമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ആ റസൂലിനെ സാഹിബുക്കും, നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആൾ എന്നാണ് അള്ളാഹു വിശേഷിപ്പിച്ചത്. ആ റസൂലിന്റെ മുൻ ചരിത്രം അവർക്കറിയാം. അങ്ങേയറ്റം വിശ്വസ്തനും ഏറ്റവും നല്ല സ്വഭാവമുള്ളയാളും സത്യസന്ധനും നല്ല ബുദ്ധിയുള്ള ആളുമായിരുന്നു. അവിടെ നിന്ന് അവർക്കെല്ലാവർക്കും വ്യക്തമായി അറിയാമായിരുന്നു. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വമാ യൻതിഖു, ആ റസൂൽ സംസാരിക്കുന്നില്ല,
നതഖ യൻതിഖു നുത്ഖ് എന്ന് പറയുന്ന സംസാരം. വമാ യൻതിഖു അനിൽ ഹവാ, ഹവയനുസരിച്ച് സംസാരിക്കുന്നില്ല, ദേഹേച്ഛയനുസരിച്ച് തോന്നിവാസം അനുസരിച്ച് അവിടുന്ന് സംസാരിക്കുന്നില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, ഇൻ ഹുവ അത് ഒന്നു മാത്രമാണ്, ഇല്ല വഹി, വഹി അല്ലാതെ മറ്റൊന്നുമല്ലാതെ, യൂഹാ അവിടത്തേക്ക് ബോധനം നൽകപ്പെടുന്ന, അള്ളാഹുവിൽ നിന്ന് സന്ദേശമായി നൽകപ്പെടുന്ന വഹി അല്ലാതെ മറ്റൊന്നുമല്ല അത്. ഇമാം ഇബ്നു കസീർ പറയുകയുണ്ടായി, ഐ മാ യഖൂലു ഖൗലൻ അൻ ഹവൻ വഗറബ്, ദേഹത്തെ അനുസരിച്ച് വല്ല മറ്റു വല്ല ഉദ്ദേശവും വെച്ച് അവിടുന്ന് സംസാരിക്കുന്നില്ല, മറിച്ച് കൃത്യമായ അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് മാത്രമാണ് അവിടുത്തെ സംസാരം. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുൻതു അക്തുബു കുല്ല ഷൈഇൻ അസ്മഉഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉരീദു ഹിഫ്ളഹ്, നബിയിൽ നിന്ന് ഞാൻ കാണാതെ പഠിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി വെക്കുമായിരുന്നു, നബിയുടെ ഹദീസുകൾ ഞാൻ എഴുതി വെക്കുമായിരുന്നു. ഇതിൽ വ്യക്തമായ തെളിവുണ്ട്, സഹാബത്തിന്റെ കാലത്ത് തന്നെ ഹദീസുകൾ എഴുതി വെക്കുന്ന പതിവ് സഹാബത്തിൽ ചിലർക്കുണ്ടായിരുന്നു. സഹാബത്തിൽ ചിലർക്ക് ഹദീസുകൾ എഴുതി വെക്കുക എന്ന ശീലമുണ്ടായിരുന്നു. അവരിൽപ്പെട്ട ആളാണ് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ. അദ്ദേഹം പറയുന്നു, ഫനഹത്നി ഖുറൈശ്, ഇങ്ങനെ നബി പറയുന്നതൊക്കെ എഴുതി വെക്കുമ്പോൾ ഖുറൈശികൾ, സഹാബികൾ എന്നെ വിലക്കി. അവർ പറഞ്ഞു, ഇന്നക തക്തുബു കുല്ല ഷൈഇൻ തസ്മഉഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേൾക്കുന്നതൊക്കെ നീ എഴുതി വെക്കുകയാണോ? വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബശറുൻ യതകല്ലമു ഫിൽ ഗളബ്, നബി ഒരു മനുഷ്യനല്ലേ, നബി ചിലപ്പോൾ ദേഷ്യം പിടിച്ചാൽ എന്തെങ്കിലും പറഞ്ഞെന്ന് വരും, അപ്പോൾ എല്ലാം എഴുതി വെച്ചാൽ അതും ഉൾപ്പെടുകയില്ലേ എന്ന് ഖുറൈശികളിൽ, സഹാബികളിൽപ്പെട്ട ചിലർ എന്നോട് പറഞ്ഞു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅംസക്തു അനിൽ കിതാബ്, ഇത് കേട്ടപ്പോൾ ഞാൻ എഴുത്തു നിർത്തി. ഫദകർതു ദാലിക ലിറസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ഇക്കാര്യം പറഞ്ഞു. അപ്പോൾ നബി എന്നോട് പറഞ്ഞു, ഉക്തുബ്, നീ എഴുതുക. ഫവല്ലദി നഫ്സി ബിയദിഹി മാ ഖറജ മിന്നി ഇല്ലാ ഹഖ്ഖുൻ, എന്റെ നഫ്സാരുടെ കയ്യിലാണോ ആ അള്ളാഹു തന്നെ സത്യം, എന്നിൽ നിന്ന്, എന്റെ നാവിൽ നിന്ന്, അല്ലെങ്കിൽ എന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന്, എന്നിൽ നിന്ന് ഹഖല്ലാതെ പുറത്തേക്ക് വരികയില്ല. അള്ളാഹുവിന്റെ റസൂലുകൾ അവരെ അള്ളാഹു ഒരു ബാത്തിലിൽ അതിലനുവദിച്ചു കൊടുക്കുകയില്ല. എന്തെങ്കിലും അബദ്ധം അവർക്ക് പറ്റിയിട്ടുണ്ടോ അള്ളാഹു അത് തിരുത്തും. നബിയുടെ ഹദറത്തിലും അങ്ങനെ തന്നെ. നബിയുടെ സാന്നിധ്യത്തിൽ ഒരാൾ ഒരു കാര്യം ചെയ്തു, അത് ദീനിൽ തെളിവാണ്. എന്താണ് കാരണം? ലാ യുഖറു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ബാത്തിൽ, നബി ഒരു ബാത്തിൽ അനുവദിച്ചു കൊടുക്കുകയില്ല. ഇത് നബിക്കല്ലാതെ വേറൊരാൾക്കുമില്ല ഈ പ്രത്യേകത. കാരണം നബി അല്ലാത്ത മറ്റൊരാളുടെ അടുക്കൽ തെറ്റായ ഒരു കാര്യം നടത്തപ്പെട്ടു, അയാളുടെ കൺമുന്നിൽ അത് നടന്നു എന്നതുകൊണ്ട് ദീനിൽ അതിൽ തെളിവല്ല. കാരണം എന്താ? ചിലപ്പോൾ അദ്ദേഹത്തിന് അത് തെറ്റാണെന്ന് അറിവില്ലായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം അതിനെക്കുറിച്ച് ആലോചിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ അത് തടയാൻ അദ്ദേഹത്തിന് വല്ല തടസ്സവും ഉണ്ടായിരിക്കാം. എന്നാൽ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇത് സംഭവിക്കില്ല. നബിയുടെ ഹദറത്ത്, നബിയുടെ മജ്ലിസിൽ വെച്ചൊരു ബാത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു കൊടുക്കില്ല. അവിടുന്ന് അദ്ദേഹം അതിനെ എതിർക്കും. എത്ര വലിയ പ്രത്യേകതയാണ് ഇതെന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയ മഹത്വമാണതെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വ്യക്തിയുടെ മജ്ലിസിൽ ഒരു ബാത്തിലും സമ്മതിച്ചു കൊടുക്കുകയില്ല എന്ന പ്രത്യേകത ആർക്ക് സ്വന്തമാണ്? നമ്മുടെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അഖൂലു ഇല്ലാ ഹഖ്ഖ, റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ ഹഖല്ലാതെ പറയുകയില്ല. അപ്പോൾ സഹാബിമാരിൽ ചിലർ ചോദിച്ചു, ഫഇന്നക തുദാഇബുനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾ ഞങ്ങൾ തമാശയിൽ ചിലതൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലാ അഖൂലു ഇല്ലാ ഹഖ്ഖ, ഹഖല്ലാതെ ഞാൻ പറയുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പറഞ്ഞാലും അത് ഹഖ് മാത്രമാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى
ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. അല്ലമഹു, ആ നബിയെ പഠിപ്പിച്ചത് ശദീദുൽ ഖുവ, കടുത്ത ഖുവത്തുള്ള ശക്തിയുള്ള മലക്ക് ജിബ്രീലാണ് ഈ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചത്. നോക്കൂ, ഈ വഹയുമായി അള്ളാഹു അയച്ചത് അതീവ ശക്തിയുള്ള റസൂലിനെ, മലായിക്കത്തിൽപ്പെട്ട റസൂൽ ജിബ്രീൽ. ഒരു പിശാചിനും ആ വഹയിലേക്ക് അടുക്കാൻ പറ്റാത്ത രൂപത്തിൽ, അതിൽ ശൈത്താന്മാർക്ക് ഒന്നും കൂട്ടിച്ചേർക്കാനോ അതിൽ നിന്ന് വല്ലതും എടുത്തു മാറ്റാനോ സാധിക്കാത്ത രൂപത്തിൽ ശക്തനായ മലക്ക് മുഖേനയാണ് അള്ളാഹു ഈ വഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തയച്ചത്. ഏതുപോലെ അള്ളാഹു മറ്റൊരു സൂറത്തിൽ പറഞ്ഞതുപോലെ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മക്കീൻ മുതാഇൻ തമ്മ അമീൻ. ഇത് കരീമായ ഒരു റസൂലിന്റെ വാക്കാണ്, അള്ളാഹുവിന്റെ വാക്കാണ്. പക്ഷെ ആ റസൂലാണ് ഇത് എത്തിച്ചു തന്നിട്ടുള്ളത്. ദീ ഖുവ്വത്തിൻ, ശക്തിയുള്ള, ഇൻദ ദിൽ അർശി മക്കീൻ, അർശിന്റെ റബ്ബായ അള്ളാഹുവിൽ സ്ഥാനമുള്ള, മുതാഇൻ, അനുസരിക്കപ്പെടുന്ന, ആജ്ഞാശേഷിയുള്ള, തമ്മ അമീൻ, മാത്രമല്ല വിശ്വസ്തനായ മലക്ക് ജിബ്രീൽ മുഖേനയാണ് ഈ ദീൻ എത്തിയിട്ടുള്ളത്. നോക്കൂ, അള്ളാഹുവിന്റെ വഹി ഏറ്റവും വിശ്വസ്തനായ റൂഹുൽ അമീനായ ജിബ്രീൽ മുഖേന ശത്രുക്കൾ പോലും അസ്സാദിഖുൽ അമീൻ എന്ന് വിളിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴി, സത്യസന്ധന്മാരായ ആളുകൾ വഴി മാത്രം വന്നു കിട്ടിയതാണ് ഈ ദീൻ, അള്ളാഹുവിന്റെ ദീൻ. അള്ളാഹു സംരക്ഷിച്ചിരിക്കുന്നു, അതിലൊരു ബാത്തിലും ഒരിക്കലും കടക്കുകയില്ല. അള്ളാഹു ആ മലക്കിനെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്നു ദൂ മിർറത്തിൻ, ദൂ മിർറ. ആ മലക്കിന്റെ പ്രത്യേകത ദൂ മിർറത്തിൻ, അദ്ദേഹം മിർറത്തുള്ള ആളാണ്. ഇതാണ് മിർറത്ത് എന്ന് പറഞ്ഞാൽ ദൂ മൻദരിൻ ഹസൻ, നല്ല ഭംഗിയുള്ള രൂപമാണ് അദ്ദേഹത്തിൻ്റെത്. അതുപോലെ ദൂ ഖൽഖിൻ തവീലിൻ ഹസൻ, ഭംഗിയുള്ള വലിപ്പമുള്ള ശരീരമാണ് ആ മലക്കിൻ്റെത്. ഉള്ളിലും പുറത്തും അങ്ങനെ തന്നെയാണ്, ഭംഗിയുണ്ട്, ശക്തിയുണ്ട്. ഫസ്തവ, ആ മലക്ക് നേരെ വന്നു നിന്നു. അഥവാ ഈ നബിയും മലക്ക് ജിബ്രീലും തമ്മിൽ മലക്കിന്റെ യഥാർത്ഥ രൂപത്തിൽ കണ്ടുമുട്ടിയ രംഗത്തെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ഫസ്തവ, ആ മലക്ക് നേരെ നിന്നു. വഹുവ, ആ മലക്കായിരുന്നു ബിൽ ഉഫുഖിൽ അഅല. ബിൽ ഉഫുഖ്, ഉഫുഖ് എന്നാൽ ചക്രവാളം എന്നാണ് അർത്ഥം. സൂര്യൻ ഉദിക്കുന്ന ആ പ്രദേശം, അൽ അഅല, ഏറ്റവും മുകളിലുള്ള ചക്രവാളത്തിലായിരുന്നു ആ മലക്കുണ്ടായിരുന്നത്. സുമ്മ ദന, എന്നിട്ട് ആ മലക്ക് അടുത്തേക്ക് വന്നു. ഫതദല്ല, ഇറങ്ങി വന്നു. ആ മലക്ക് അടുത്തേക്ക് വന്നു, ഇറങ്ങി വന്നു. ഫകാന, എന്നിട്ട് ആയിരുന്നു ആയി ഖാബ ഖൗസൈനി, രണ്ട് ഖൗസിന്റെ ഖാബ് പോലെ ആയിത്തീരുന്നു എന്ന് പറഞ്ഞാൽ ഇമാം മുജാഹിദ്, താബിഈയായ ഇമാം മുജാഹിദ് പറഞ്ഞത് കാണാം, ഹൈസുൽ വത്റു മിനൽ ഖൗസ്. ഒരു വില്ലിന്റെ അതിന്റെ ചരടുണ്ടല്ലോ, അത് ഒലിക്കുന്ന അതിന്റെ ചരട്, അതും ഈ വില്ലുമായി എത്ര അകലമുണ്ടോ അത്രയും അടുത്ത് മലക്കും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നു. ഇത് അറബികൾ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അകലത്തെക്കുറിച്ച് രണ്ടുപേർ തമ്മിൽ അടുത്തു നിന്നാൽ പറയുന്ന, അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലത്തെക്കുറിച്ച് അറബികൾ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണിത്. ഖാബ ഖൗസൈൻ, ഖാബ ഖൗസൈനി ഔ അദ്ന, അല്ലെങ്കിൽ അതിനേക്കാൾ അടുത്ത്. ഇത് മറ്റൊരു പ്രയോഗമാണ്. അത്രയും അടുത്ത് അല്ലെങ്കിൽ അതിനേക്കാൾ അടുത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇമാം ഇബ്നു കസീർ പറയുകയുണ്ടായി, هذه الصيغة تستعمل في اللغة لإثبات المخبر عنه ونفي ما زاد عليه. അത്രയും അടുത്ത് എന്തായാലും ഉണ്ട്, അതിനേക്കാൾ കുറച്ചില്ല, അതിനേക്കാൾ അത്രയും അടുപ്പം എന്തായാലും ഉണ്ട്, അതിൽ കൂടുതൽ അകൽച്ചയില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഏതുപോലെ അള്ളാഹു പറഞ്ഞില്ലേ യഹൂദികളെ കുറിച്ച്, ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة. പിന്നീട് നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുറച്ചു പോയി, പാറകൾ പോലെ ആയിത്തീരുന്നു. ഔ അശദ്ദു ഖസ്വ, അല്ലെങ്കിൽ അതിനേക്കാൾ കടുപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനേക്കാൾ ഒട്ടും കുറയില്ല എന്നാണ്. പാറക്കല്ലിനേക്കാൾ കടുപ്പം ഒട്ടും കുറയില്ല എന്നാണ് അതിന്റെ അർത്ഥം. അല്പം കൂടുമെന്നല്ലാതെ കുറയുകയില്ല. ഏതുപോലെ സൂറത്തുൻ നിസായിൽ അല്ലാഹു പറഞ്ഞു, യഖ്ശൗന الناس كخشية الله أو أشد خشية.
അവർ ജനങ്ങളെ പേടിക്കുന്നു അള്ളാഹുവിനെ പേടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ അധികം. എന്താ അർത്ഥം? അള്ളാഹിനെ പേടിക്കുമ്പോൾ പേടിക്കുന്നു, അതിലൊട്ടും കുറയില്ല, ചിലപ്പോൾ അല്പം കൂടിയേക്കും. അപ്പൊ പറഞ്ഞത് ഉറപ്പിക്കാനുള്ള വാക്കാണത്. അതുപോലെ യൂനുസ് നബി അയച്ചതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, വഅർസൽനാഹു ഇലാ മിഅതി അൽഫിൻ ഔ യസീദു. യൂനുസിനെ നാം പിന്നീട് അയച്ചു, ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിനു ശേഷം പിന്നീട് 1,00,000 പേരിലേക്ക് അയച്ചു. മിഅതു അൽഫ് എത്രയാണ്? 100,000, 1,00,000. ഔ യസീദൂൻ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടും എന്ന് പറഞ്ഞാൽ അതെന്തായാലും ഉണ്ട്, അല്പം കൂടുമെന്നും അതുപോലത്തെ പ്രയോഗമാണിത്. ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ, വില്ലിന്റെ ചരടും വില്ലും തമ്മിലുള്ള അടുപ്പത്തിൽ അവർ രണ്ടുപേരും നിന്നു. ഔ അദ്നാ, അല്ലെങ്കിൽ കുറച്ചുകൂടി അടുത്ത്. ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. ഫഔഹാ, അങ്ങനെ അല്ലാഹു ജിബ്രീൽ മുഖേന ആ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി നൽകി. ഇലാ അബ്ദിഹി, തന്റെ അടിമയായ റസൂലിന്, മാ ഔഹാ, അല്ലാഹു എന്താണ് വഹി നൽകിയത് ആ വഹി നൽകുകയുണ്ടായി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ് നമുക്കിങ്ങനെ കാണാം. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഅയ്തു ജിബ്രീല ലഹു 600 ജനാഹ്. ഞാൻ ജിബ്രീലിനെ കണ്ടു, ആ സമയത്ത് ജിബ്രീലിന് 600 ചിറകുകൾ ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും ആ രൂപം, എന്തായിരിക്കും ആ വലിപ്പം? ഒരു ചിറകാകട്ടെ അത് വിടർത്തിയാൽ ചക്രവാളങ്ങൾ നിറയുമാറുണ്ട് അതിന്റെ വലിപ്പം. അങ്ങനെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ജിബ്രീൽ മുഖേന വഹി നൽകി. വഹി ഏൽപ്പിക്കപ്പെട്ട മലക്ക് ജിബ്രീലാണ്. മാ കദബൽ ഫുആദു മാ റഅ, മാ കദബൽ ഫുആദു മാ റഅ. മാ കദബ, കളവ് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കളവാക്കിയിട്ടില്ല, നിഷേധിച്ചിട്ടില്ല. അൽ ഫുആദ്, ഫുആദ് എന്നാൽ ഹൃദയം. മാ റഅ, എന്താണ് കണ്ടത് അതിനെ ഹൃദയം കളവാക്കിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് അതുപോലെ വിശ്വസിച്ചു. ആ പറഞ്ഞത് മുഴുവൻ സത്യമാണ്, ആ കേൾക്കുന്നവർ മുഴുവൻ വിശ്വസിക്കേണ്ട കാര്യമാണിത്. അഫതുമാറൂനഹു, നിങ്ങൾ അദ്ദേഹത്തോട് അവിടുത്തോട് തർക്കിക്കുകയാണോ? അലാമാ യറാ, ആ റസൂൽ കാണുന്നത് എന്താണോ ആ കാര്യത്തിൽ നിങ്ങൾ ആ റസൂലോട് തർക്കിക്കുകയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുഴുവൻ സത്യമാണ്. അതൊരിക്കലും ഒരാൾക്കും തർക്കിക്കാനോ നിഷേധിക്കാനോ കളവാക്കാനോ പാടില്ലാത്തതാണ്. ഇതിലെല്ലാം ഉദ്ദേശിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ കണ്ടതാണ്. എന്നാൽ ഇതിൽ മറ്റൊരു അഭിപ്രായമുണ്ട്. കാരണം ഈ സൂറത്തിലെ ഈ ആയത്തുകൾ, ഇതിനുശേഷം വരുന്ന ആയത്തുകൾ മിഅ്റാജിനെ കുറിച്ചുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഇസ്റാഇനും മിഅ്റാജിനും കൊണ്ടുപോവുകയുണ്ടായി. ഇസ്റാഇന് മക്കയിൽ നിന്ന് ഫിലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് ആകാശത്ത് മുകളിലേക്കും അള്ളാഹു കൊണ്ടുപോവുകയുണ്ടായി. ശരീരവും റൂഹും സഹിതം. സ്വപ്നത്തിലെ യാത്രയായിരുന്നില്ല, മറിച്ച് ശരീരം അടക്കം അള്ളാഹു കൊണ്ടുപോയതാണ്. കാരണം സ്വപ്നത്തിന് ആർക്കും എവിടെയും പോകാം, അത് യാതൊരു അത്ഭുതവുമില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു പ്രകടമാക്കിയ ആയത്തായി ദൃഷ്ടാന്തമാകുന്നത് ശരീരവും കൽബും അടക്കം പോയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അബൂജഹൽ അത് നിഷേധിച്ചത്. അല്ലെങ്കിൽ എന്തിനു നിഷേധിക്കണം? സ്വപ്നത്തിൽ ആർക്കും പോയിക്കൂടെ? എന്നാൽ അള്ളാഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മിഅ്റാജിൽ വെച്ച് കണ്ടു എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷെ അത് ശരിയല്ല. കണ്ണുകൾ കൊണ്ട് ഒരു പടപ്പും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എല്ലാ നബിമാരും അടക്കം ഒരു സൃഷ്ടിയും ഈ ലോകത്ത് അള്ളാഹുവിനെ കണ്ടിട്ടില്ല, കാണുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചതായി സഹീഹ് മുസ്ലിമിൽ കാണാം. അവിടെ അദ്ദേഹം പറയുന്നു, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഹൽ റഅയ്ത റബ്ബക്, താങ്കൾ താങ്കളുടെ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? റസൂലിന്റെ ഉത്തരമാണ്. ഈ ഉത്തരത്തിൽ മതി, പിന്നെ അതിനപ്പുറത്ത് വർത്താനല്ലോ. കാരണം നേരത്തെ നബിയോടുള്ള ചോദ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നൂറുൻ അന്ന അറാഹ്, ഒരു പ്രകാശം, ഞാൻ എങ്ങനെ റബ്ബിനെ കാണാനാണ്? അള്ളാഹുവിനെ ഞാൻ കണ്ടിട്ടില്ല, പ്രകാശമാണ്, ഞാൻ എങ്ങനെ കാണാനാണ്? അള്ളാഹുവിന്റെ ഹിജാബ്, അവന്റെ മറ എന്നത് പ്രകാശമാണെന്ന്
ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഹിജാബുഹു നൂർ ലൗ കശഫ്, അതെങ്ങാനും അല്ലാഹു വെളിപ്പെടുത്തിയിരുന്നുവെങ്കിൽ ലഹറഖത് സുബ്ഹാതു വജ്ഹിഹി മൻതഹ ഇലൈഹി ബസറുഹു മിൻ ഖൽഖിഹി, അല്ലാഹു അതെങ്ങാനും വെളിപ്പെടുത്തിയിരുന്നുവെങ്കിൽ, അതെങ്ങാനും അല്ലാഹു നീക്കിയിരുന്നുവെങ്കിൽ അവന്റെ സുബ്ഹാതു വജ്ഹിഹി, അവന്റെ മുഖത്തെ പ്രകാശം കൊണ്ട് അവന്റെ ദൃഷ്ടി എത്തുന്നിടത്തുള്ളതെല്ലാം കരിഞ്ഞു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിൽ വെച്ച് മുഅ്മിനുകൾക്ക് അല്ലാഹു അവന്റെ ഹിജാബ് നീക്കി അവന്റെ മുഖം കാണിച്ചു കൊടുക്കും. അന്ന് മുഅ്മിനുകൾ റബ്ബിനെ നോക്കിക്കാണും. കാരണം എന്താണ്? അല്ലാഹു മുഅ്മിനുകൾക്ക് അതിനുള്ള ശേഷി സ്വർഗത്തിൽ വെച്ച് നൽകും. അതാണ് അല്ലാഹു മുഅ്മിനുകൾക്ക് റബ്ബിനെ കണ്ടു നിൽക്കാനുള്ള ശേഷി, അതിനുള്ള ശക്തി അല്ലാഹു സ്വർഗത്തിൽ മുഅ്മിനുകൾക്ക് നൽകും. അങ്ങനെ അവർ റബ്ബിനെ കാണുമെന്നാണ്. എന്നാൽ ഈ ലോകത്ത് കണ്ണുകൾ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ കണ്ടിട്ടില്ല. സ്വപ്നത്തിൽ കണ്ടു എന്ന് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പക്ഷെ നേർക്ക് നേരെ കണ്ണുകൾ കൊണ്ട് റബ്ബിനെ കണ്ടു എന്നത് വന്നിട്ടില്ല. സ്വപ്നത്തിൽ റബ്ബിനെ കാണുക എന്നത് നബിമാരല്ലാത്തവർക്ക് വരെ സാധ്യമാണോ? സാധ്യമാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അള്ളാഹു ചില സമയത്ത് അവനെ സ്വപ്നത്തിൽ ചില ആളുകൾക്ക് കാണിച്ചു കൊടുത്തേക്കാം. അതെന്തല്ല, കണ്ണുകൾ കൊണ്ട് കാണുന്നത് പോലെയല്ല എന്ന് പണ്ഡിതന്മാർ അതിന് മറുപടി പറഞ്ഞത്. കാരണം അത് വളരെ പ്രസിദ്ധമായ ഒരു കാര്യവുമാണ്. എന്നാൽ നേർക്ക് നേരെ കാണുക എന്നതാണ് വിഷയം. അത് ഈ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല. ഖിയാമത്ത് നാളിലാകട്ടെ അത് സാധ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. അഹ്ലുസുന്നയുടെ അടിസ്ഥാന വിശ്വാസങ്ങളിൽപ്പെട്ടതാണത്. സ്വർഗത്തിൽ മുഅ്മിനുകൾ റബ്ബിനെ കാണുമെന്നത് അഹ്ലുസുന്നത്തിന്റെ ഉസൂലിൽപ്പെട്ട കാര്യമാണ്. അല്ലാഹു പറയുന്നു, വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹ ഇൻദഹാ ജന്നത്തുൽ മഅ്വാ ഇദ് യഗ്ശ السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى വലഖദ് റആഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. നസ്ലതൻ ഉഖ്റാ, മറ്റൊരു ഇറക്കത്തിലും. അതെപ്പോഴാണ്? മിഅ്റാജിന്റെ സമയത്താണ്. യഥാർത്ഥ രൂപത്തിൽ കണ്ടതിനെ കുറിച്ചാണ് ഈ പറയുന്നത് ജിബ്രീലിനെ. ഇപ്പൊ നോക്കൂ, മിഅ്റാജിനെ കുറിച്ചുള്ള പരാമർശം ഖുർആനിലുണ്ട് ഈ ആയത്തുകളിൽ. അത് ഹദീസുകളിൽ മാത്രം വന്ന കാര്യമല്ല. ഹദീസുകളിൽ മാത്രം വന്നാലും മുഅ്മിനുകൾക്ക് അത് ധാരാളമാണ്. സമഅന വഅതഅന, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സ്ഥിരപ്പെട്ട സനദോടുകൂടി ഒരു കാര്യം വന്നാൽ മുഅ്മിനുകൾ അതിൽ വിശ്വസിക്കും. കാരണം അല്ലാഹു അവന്റെ റസൂലിനെ അനുസരിക്കാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അവനെ മുസ്ലിമാകൂ. വലഖദ് റആഹു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. നസ്ലതൻ ഉഖ്റാ, മറ്റൊരു ഇറക്കത്തിൽ വെച്ച്. ഇൻദ സിദ്റത്തിൽ മുൻതഹ, എവിടെ വെച്ചാണ് കണ്ടത്? സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ച്. സിദ്റത്തുൽ മുൻതഹ എന്നത് ആകാശ ലോകത്തുള്ള അതിവിശിഷ്ടമായ ഗംഭീരമായ ഒരു മരത്തിന്റെ പേരാണത്. സിദ്റത്തു അൽ മുൻതഹ. മുൻതഹ എന്നത് അറ്റം എന്നാണ് മുൻതഹ എന്ന് പറഞ്ഞാൽ അർത്ഥം. സിദ്റത്ത് എന്നത് മരത്തിന്റെ പേരാണ്. ഇൻദഹ, അതിനടുത്താണുള്ളത്. ജന്നത്തുൽ മഅ്വാ, താമസിക്കാനുള്ള സ്വർഗം അതിന്റെ അടുത്താണ്. സ്വർഗം മുകളിലാണ്, ഏറ്റവും മുകളിലാണ്. നരകം ഏറ്റവും താഴെയാണുള്ളത്. ഇത് രണ്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇത് യഗ്ശ സിദ്റത മാ യഗ്ശ, ആ സിദ്റത്തിനെ, ആ മരത്തിനെ മൂടിയ സന്ദർഭം. മാ യഗ്ശ, എന്താണോ അതിനെ മൂടിയത് അതതിനെ മൂടിയപ്പോൾ. ഇതെന്താണ് കാര്യം? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലമ്മ ഉസ്രിയ ബി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് രാത്രി യാത്ര ചെയ്ത ആ ദിവസം, മിഅ്റാജിന്റെ ദിവസം, ഇന്തുഹിയ ബിഹി ഇലാ സിദ്റത്തിൽ മുൻതഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൊണ്ട് സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ എത്തി. വഹിയ ഫിസ് സമാഇ സാബിഅ, അത് 7-ാം ആകാശത്തിനാണ്. ചില റിവായത്തുകൾ 6-ാം ആകാശത്തിനാണ് എന്നും കാണാം. വല്ലാഹു അലം. ഒരു പക്ഷേ അതിന്റെ താഴ്ഭാഗം 6-ാമത്തെ ആകാശത്തിനും മുകൾ ഭാഗം 7-ാമത്തെ ആകാശത്തിനുമായിരിക്കാം. ഇലൈഹാ യൻതഹി മാ യഅ്റുജു ബിഹി മിനൽ അർദ്, ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോകുന്നത് അവിടെയാണ് മുട്ടുക, അവിടെയാണ് അവസാനിക്കുക. ഫയുഖ്ബദു മിൻഹാ വഇലൈഹാ യൻതഹി മാ യഹ്ബിതു ബിഹി മിൻ ഫൗഖിഹാ ഫയുഖ്ബദു മിൻഹാ, മുകളിലേക്ക് പൊങ്ങുന്നതും അവിടെ പിടിക്കപ്പെടും, താഴേക്ക് വരുന്നതും അവിടെ പിടിക്കപ്പെടും. അവിടെയാണ് അതിന്റെ അറ്റം. അതുകൊണ്ടാണ് അതിന് എന്ത് പേര് വന്നത്? സിദ്റത്തു അൽ മുൻതഹ. എന്തൊക്കെയാണ് ഈ മുകളിലേക്ക് പോകുന്നതും താഴേക്ക് ഇറങ്ങുന്നതുമെല്ലാം അല്ലാഹു അലം.
ഇദ് യഗ്ശ സിദ്റത മാ യഗ്ശ, അതിനെ മൂടുന്ന എന്തോ ഒന്ന് അതിനെ മൂടിയപ്പോൾ. എന്താണത്? ഫറാശു മിൻ ദഹബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടതാണ് അതിനെ സ്വർണത്തിന്റെ പാറ്റകൾ അതിനെ മൂടുന്നത്. അപ്പോൾ അത് അതീവ ഭംഗിയുള്ളതായി തീർന്നു. അതിന്റെ ഭംഗി വർണ്ണനാതീതമായി തീർന്നു, വർണ്ണിക്കാൻ സാധിക്കാത്ത അത്രയുമായി തീർന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 3 കാര്യങ്ങൾ നൽകപ്പെടുകയും ചെയ്തു. ഉഅതിയ സ്വലവാത്തുൽ ഖംസ്, ഒന്നെന്താണ്? 5 നിസ്കാരങ്ങൾ, 50ന്റെ പ്രതിഫലമുള്ള 5 നിസ്കാരങ്ങൾ. ഉഅതിയ ഖവാതീം സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ. وغفر لمن لا يشرك بالله شيئا من أمته المقحمات وغفر لمن لا يشرك بالله شيئا من أمته المقحمات. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ ശിർക്ക് ചെയ്യാത്തവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും എന്നതും അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടുകയുണ്ടായി. 3 കാര്യങ്ങൾ ലഭിച്ചു. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയിട്ടുണ്ട്. ഇസ്രാ മിഅ്റാജിന്റെ ഹദീസിൽ നമുക്കത് കാണാം. അതാണ് സിദ്റത്തുൽ മുൻതഹ. മാ ജാഗൽ ബസറു വമാ തഗ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു പറയുന്നു, ഈ ഗംഭീരമായ കാഴ്ചകൾ കണ്ടിട്ടും അല്ലാഹുവിനോട് സംസാരിച്ചിട്ടും, റബ്ബിനെ കണ്ടിട്ടില്ല പക്ഷെ റബ്ബിനോട് സംസാരിച്ചിട്ടുണ്ട്, എന്ത് സംഭവിച്ചില്ല? മാ ജാഗൽ ബസറു, നബിയുടെ കണ്ണ് തെറ്റിപ്പോയില്ല. വമാ തഗ, അതിരുവിട്ടുമില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കേണ്ടടുത്താണ് നോക്കിയത്, അനാവശ്യമായതിലേക്ക് നോക്കിയിട്ടില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്തായ പ്രത്യേകതയാണ്. മുൻഗാമികൾ പറഞ്ഞത് കാണാം, മാ ദഹബ യമീനു വലാ ശിമാല, വലത്തോട്ടോ ഇടത്തോട്ടോ പോയില്ല. വമാ തഗ, അതിരുവിട്ടില്ല. മാ ജാവസ മാ ഉമിറ ബിഹ, കൽപ്പിക്കപ്പെട്ടതിനപ്പുറത്തേക്ക് പോയില്ല. വഹാദിഹി സിഫത്തുൻ അദീമത്തുൻ ഫിത്തബാതി വത്താഅ. ഇബ്ൻ കസീർ പറയും, ഇത് നബിയുടെ ഏറ്റവും മുന്തിയ വിശേഷണമാണ്. അവിടുത്തെ സബാത്തിൽ, ഉറപ്പിൽ, സ്ഥൈര്യത്തിൽ, വത്താഅ, അല്ലാഹുവിനോടുള്ള അനുസരണത്തിൽ. ഫഇന്നഹു മാ ഫഅല ഇല്ലാ മാ ഉമിറ ബിഹ, കൽപ്പിക്കപ്പെട്ടതല്ലാതെ നബി പ്രവർത്തിച്ചില്ല. വലാ സഅല ഫൗക മാ ഉഅതി, നബിക്ക് കിട്ടിയതല്ലാതെ അതിനപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശ്രേഷ്ഠതയുണ്ടല്ലോ. അതിനൊരു വജ്ഹായി പറഞ്ഞ കാര്യം ഇതാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു ആ പർവ്വതത്തിന് അവനെ കാണിച്ചു കൊടുത്തപ്പോഴേക്കും പർവ്വതത്തിന് പിടിച്ചിരിക്കാൻ സാധിച്ചില്ല, തകർന്നുപോയി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്ത് പറ്റി? ബോധരഹിതനായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഒന്നും സംഭവിച്ചില്ല. അത് സബാറ്റാണ്, ഉറപ്പാണ്. റബ്ബിനോട് മഹബത്തിൽ, റബ്ബിനോടുള്ള സ്നേഹത്തിൽ അങ്ങേ അറ്റമെത്തിയവരാണ് അള്ളാഹുവിന്റെ നബിമാർ. അവരിലേറ്റവും ശ്രേഷ്ഠനാരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ആ മഹബത്ത് കൊണ്ട് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറച്ചു നിൽക്കുകയാണ്. അല്ലാതെ എന്തല്ല, ചില ആളുകൾ അവകാശപ്പെടുന്നത് പോലെ സൂഫികൾ പറയാറില്ലേ, റബ്ബിനോടുള്ള മഹബത്ത് കൂടിയിട്ട് അവസാനം അള്ളാഹിനെ പഠിച്ച് പള്ളിയിലും വരാറില്ല എന്ന് പറഞ്ഞതുപോലെയാണ് അവരുടെ സ്ഥിതി. എന്ത് മഹബത്തിന്റെ അങ്ങേയറ്റത്തെത്തി എന്ന് അവർ അവകാശപ്പെടുന്നു. വ്യാജ സ്നേഹമാണ്. അള്ളാഹുവിനെ അവർ സ്നേഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കുമായിരുന്നു. അവരിങ്ങനെ ഇബാദത്തുകൾ അട്ടിമറിക്കുമായിരുന്നില്ല. ആട്ടും പാട്ടുമൊന്നും അവരുടെ ഇബാദത്താകുമായിരുന്നില്ല. മറിച്ച് അള്ളാഹ് കൽപ്പിച്ചെടുത്ത് നിൽക്കലാണ് എന്ത്? റബ്ബിനോടുള്ള സ്നേഹം. അതാണ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ അള്ളാഹു സ്നേഹിച്ച മറ്റാരുണ്ട്? ആരുമില്ല. മാ സാഗൽ ബസറു വമാ തഗ ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര. ലഖദ് റആ, തീർച്ചയായും ആ റസൂൽ കണ്ടിട്ടുണ്ട്. മിൻ ആയാതി റബ്ബിഹി, തന്റെ റബ്ബിന്റെ ആയത്തുകളിൽ അൽ കുബ്ര, ഏറ്റവും വലിയ ആയത്തുകൾ കണ്ടിട്ടുണ്ട്. ഈ ആയത്തിൽ തെളിവാണെന്ത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനെ കണ്ടിട്ടില്ല. കാരണം അള്ളാഹുവിനെ കണ്ടുവെങ്കിൽ ഈ ആയത്തിൽ അതായിരുന്നു പറയേണ്ടിയിരുന്നത്. അള്ളാഹിനെ കണ്ടു എന്നല്ല പറയണ്ടത്, മറിച്ച് അള്ളാഹ് എന്താ പറഞ്ഞത്? മിൻ ആയാതിഹി അൽ കുബ്ര, അള്ളാഹുവിന്റെ ആയത്തുകളിൽ വലിയ ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. ഏറ്റവും വലുതാണ് ഇവിടെ പറഞ്ഞത്. അതിനേക്കാൾ വലുതല്ലേ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു പറഞ്ഞിട്ടില്ല. ഇമാം ഇബ്നു കസീർ പറയുന്നു, ഈ ആയത്തിൽ തെളിവുണ്ട്.
ഇസ്തദല്ല മൻ ദഹബ മിൻ അഹ്ലി സുന്ന അന്ന റുയത തിൽക ലൈല ലം തഖ. അല്ലാഹുവിനെ കണ്ടിട്ടില്ല എന്നതിന് അഹ്ലുസുന്നത്തിലെ പണ്ഡിതന്മാർ ഇതിൽ തെളിവ് പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, മുൻഗാമികളിൽ അല്ലാഹുവിനെ കണ്ടു എന്ന അഭിപ്രായം ഉള്ളവരുണ്ടായിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, അബൂദറിന്റെ ഹദീസ് ലഭിക്കാത്ത അല്ലെങ്കിൽ അത് മനസ്സിലായിട്ടില്ലാത്ത മുൻഗാമികളാണ് അത് പറഞ്ഞത്. ശരിയായ അഭിപ്രായം എന്താണ്? കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് സഹീഹ് ബുഖാരിയിൽ കാണാം, അല്ലാഹുവിനെ കണ്ടു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഖദ് കദബ, അത് തെറ്റാണ്, അത് യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണ്. വലൗ കാന റആ റബ്ബഹു ലഅഖ്ബറ ബിദാലിക്, റബ്ബിനെ കണ്ടിരുന്നുവെങ്കിൽ അല്ലാഹു അത് പറഞ്ഞേനെ. കാരണം അത് പറയേണ്ടതായിരുന്നു ഈ ആയത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹി അൽ കുബ്ര, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ആയത്തുകളിൽ ഏറ്റവും വലുത് കണ്ടു. അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത الثالثة الأخرى ألكم الذكر وله الأنثى تلك إذا قسمة ضيزى. എവിടെ റസൂലിന് ആയത്തുകൾ ഇറക്കുന്ന ആകാശ ഭൂമികളുടെ റബ്ബായ അള്ളാഹു ഇവിടെ ലാത്തയും ഉസ്സയുടെ കിടക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഈ അദീമായ ഏറ്റവും മുകളിലുള്ള റബ്ബ്, ലാത്തിനെ നിയന്ത്രിക്കുന്ന റബ്ബ്, സ്വർഗനരകങ്ങളുടെ റബ്ബായ അള്ളാഹു ഇവിടെ ലാത്തയും ഉസ്സയുടെ കിടക്കുന്നു. അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ, ലാത്തയും ഉസ്സയും കുറിച്ച് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരൂ, അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വമനാത, മനാത്തയെ കുറിച്ചും അസ്സാലിസത, മൂന്നാമത്തെ അൽ ഉഖറ, മൂന്നാമത്തെ മറ്റൊരു മനാത്തയും. ഇത് അല്ലാഹു പറയുന്നത് എന്താണ്? യഖൂലു തആല മുഖ്രിഅൻ ലിൽ മുശ്രികീന ഫീ ഇബാദതിഹിം അൽ അസ്നാം വൽ അൻദാദ വൽ ഔസാൻ. അല്ലാഹു മുശ്രിക്കുകളെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നു, ബിംബങ്ങളെ, പ്രതിഷ്ഠകളെ, അല്ലാഹുവിന് പുറമേ ഉള്ള അവർ സങ്കല്പിച്ചുണ്ടാക്കിയ ഇലാഹുകളെ ആരാധിക്കുന്നവരെ ആക്ഷേപിച്ച് അല്ലാഹു ചോദിക്കുന്നു, ഒന്ന് പറഞ്ഞു തരൂ, എന്താ നിങ്ങളുടെ ലാത്ത, എന്താണ് നിങ്ങളുടെ ഉസ്സ, എന്താണ് നിങ്ങളുടെ മൂന്നാമത്തെ മനാത്ത? ലാത്ത എന്നത് ഒരു വെളുത്ത കല്ല് അവർ തായിഫിൽ ഉണ്ടാക്കി വെച്ചിരുന്നു. അതിനു ചുറ്റും ഒരു ബൈത്ത്, മഖബറകളൊക്കെ പോലെ, മറ്റല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന പലതിനെയും പോലെ ചുറ്റും ഒരു ബൈത്തുണ്ടായിരുന്നു. അതിന് സദനത്തുണ്ടായിരുന്നു, അതിന്റെ കാവൽക്കാർ, അതിന്റെ പൂജാരിമാർ, അങ്ങനെ ഉണ്ടാവല്ലോ. എല്ലാം ഇങ്ങനത്തെ കേന്ദ്രത്തിന് അവിടെ ചുറ്റിപ്പറ്റിയിട്ട് കുറെ ഉണ്ടാവും. അതുകൊണ്ട് ജീവിക്കുന്ന കുറെ ആളുകൾ, അവരാണ് പലപ്പോഴും അതിന്റെ പേരിൽ പല കഥകളും അടിച്ചുവിടുക. കാരണം എന്നാൽ വരുമാനം കിട്ടുള്ളൂ. ഇങ്ങനെ തായിഫിൽ ഉള്ള ഒരു വിഗ്രഹമായിരുന്നു ഇത്. രണ്ടഭിപ്രായമുണ്ട് ഇതിന്റെ അസ്ലിനെ കുറിച്ച്. ചില മുൻഗാമികൾ പറയുകയുണ്ടായി, ഒന്ന്, അള്ളാഹു എന്ന പേരിനെ അവർ ഇൽഹാദ് നടത്തിയിട്ടാണ് ലാത്ത് എന്ന് പറഞ്ഞത്. അള്ളാഹു എന്ന പേരിനെ, അല്ലെങ്കിൽ അൽ ഇലാഹ് എന്ന പേരിനെ ഇൽഹാദ് നടത്തി, പേരിൽ മാറ്റം വരുത്തുക, റബ്ബിന്റെ പേര്, എന്നിട്ട് ലാത്ത് എന്ന് പറഞ്ഞു. അതുപോലെ ഇബ്നു അബ്ബാസ്, മുജാഹിദ് തുടങ്ങിയ മുൻഗാമികൾ പറഞ്ഞത് കാണാം, ലാത്ത് എന്ന് തായിന് ശബ്ദ് കൊടുത്തുകൊണ്ട് അത് ലറ്റ എന്ന വാക്കിൽ നിന്ന് വന്നതാണ്. കാരണം എന്താണ്? ഹാജിമാർക്ക് സവീഖ് എന്നത് പിഴിഞ്ഞു കൊടുക്കുന്ന ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു മുൻകാലത്ത്. അങ്ങനെ അദ്ദേഹം ഫലം മാറ്റ, ബിൻ കസീർ പറയുകയാണ് മുൻഗാമികളുടെ തഫ്സീറിൽ നിന്ന്, ഫലം മാറ്റ അകഫു അലാ ഖബ്രിഹി. എവിടെ നിന്ന് തുടങ്ങിയത്? ഖബറിങ്ങൽ. അയാൾ മരിച്ചപ്പോൾ ഖബറിങ്ങൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി അവസാനം ഫഅബദൂഹു, അതിനെ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങി. ഇത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഇബാദത്ത് ചെയ്തിരുന്ന 5 ഇലാഹുകളെ കുറിച്ചും മുൻഗാമികൾ സഹാബത്തിൽ നിന്ന് ഒരു റിവായത്ത് ചെയ്തിട്ടുള്ള കാര്യമാണ്. ശിർക്ക് തുടങ്ങിയത് ഇവിടുന്ന് ഖബറിങ്ങൽ നിന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ കെട്ടിപ്പൊക്കുക, അവിടെ ഉറൂസ് നടത്തുക, അവിടെ അത് മസ്ജിദാക്കുക എന്നതിനെ കഠിനമായി വിലക്കിയിട്ടുള്ളത്. അതിന്റെ ആളുകൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും മോശക്കാരാണ് അവരും ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുകൊണ്ടാണ്. ഉസ്സ എന്നത് അസീസ് എന്ന അള്ളാഹുവിന്റെ പേരിനെ ഇൽഹാദ് നടത്തിയിട്ട് അവരുണ്ടാക്കിയതാണ് എന്ന് മുൻഗാമികൾ പറഞ്ഞത് കാണാം. ഒരു മരമായിരുന്നു അത് എന്ന അഭിപ്രായമുണ്ട്. അവർ ഖുറൈശികൾ അതിന്റെ പേര് പറഞ്ഞ് അഭിമാനിച്ചിരുന്നു. അതാണ് ഉഹദിന്റെ അവസാനം അബൂ സുഫിയാൻ പറഞ്ഞത്, ലനാ ഉസ്സ വലാ ഉസ്സ ലക്കും, ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ഉസ്സയില്ല. നമുക്ക് മൊയ്തി ഷേഖുണ്ട്, നിങ്ങൾക്ക് മൊയ്തി ഷേഖില്ല എന്ന് പറയല്ലേ. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എല്ലാവരും അഹ്ലുസുന്നത്തിന്റെ ആളുകളാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാൻ പറഞ്ഞു, അല്ലാഹു മൗലാന വല മൗലാ ലക്കും. അല്ലാഹുവാണ് നമ്മുടെ രക്ഷാധികാരി, നിങ്ങൾക്കൊരു രക്ഷാധികാരിയില്ല, നിങ്ങൾക്കൊരു മൗലയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാൻ കൽപ്പിച്ചു. ജാഹിലിയത്തിൽ അവർ ഇതിൽ രണ്ടിന്റെ പേരിൽ സത്യം ചെയ്തിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അബൂ ഹുറൈറ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ്, മൻ ഹലഫ ഫഖാല ഫീ ഹലിഫിഹി വല്ലാത്തി വൽ ഉസ്സ. ആരാണോ സത്യം ചെയ്യുമ്പോൾ ലാത്തയും ഉസ്സയാണ് സത്യം എന്ന് പറഞ്ഞത്, എന്ന് പറഞ്ഞാൽ ഇത് മുസ്ലിം ആയതിനു ശേഷം പറഞ്ഞാലാണ്. കാരണം പഴയ ശീലത്തിൽ ചിലപ്പോൾ പറഞ്ഞു പോകും. ചില ആൾ കുറെ കാലം ശിർക്കിൽ ജീവിച്ച് പിന്നെ തൗഹീദിലേക്ക് വന്ന് പെട്ടെന്ന് ബദിരീങ്ങളെ എന്ന് ചിലപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോകും. കരുതിക്കൂട്ടി പറയുന്നതല്ല, മറിച്ച് അത് പണ്ട് പറഞ്ഞ ശീലത്തിൽ പറഞ്ഞു വന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണെന്ത്, ലാത്തയും ഉസ്സയുമാണ് സത്യം എന്ന് ആരെങ്കിലും പറഞ്ഞു പോയാൽ ഫലിയഖുൽ, അവൻ പറയുക ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവൻ പറയുക. നോക്കണം, അപ്പൊ അതിന് തീർത്തും എതിരാണെന്ത്, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുക എന്നത് കലിമത്തു തൗഹീദിനെതിരാണ്. അത് ശിർക്കിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്, ചെറിയ ശിർക്കിൽപ്പെട്ടതാണ് അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുക എന്നത്. വമൻ ഖാല ലിസാഹിബിഹി തആൽ ഉഖാമിർക ഫലിയതസദ്ദഖ്. അതുപോലെ പഴയ ശീലത്തിൽ ആരെങ്കിലും തന്റെ സഹോദരനോട് പറഞ്ഞാൽ, വരി നമുക്ക് ഉഖാമിർ ചൂതാട്ടം കളിക്കാം, ചീട്ട് കളിക്കാം, അതുപോലെയുള്ള ചൂതാട്ടങ്ങൾ, പഴയ ശീലത്തിൽ ആരെങ്കിലും തന്റെ സഹോദരനോട് വരൂ നമുക്ക് ചൂതാട്ടത്തിൽ ഏർപ്പെടാം എന്ന് പറഞ്ഞാൽ ഫലിയതസദ്ദഖ്, അവൻ സദഖ കൊടുക്കട്ടെ. എന്ത് സദഖ കൊടുക്കണം? ഇമാം ഖത്താബിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, ചൂതാട്ടം കളിക്കാൻ ഉദ്ദേശിച്ച് പൈസ കൊടുക്കുക. എന്നാൽ ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ വന്നിട്ടുണ്ട് ഫലിയതസദ്ദഖ് ശൈഅൻ, എന്തെങ്കിലും സദഖ കൊടുക്കുക. അതുകൊണ്ട് ഇമാം നവവി പറഞ്ഞു റഹിമഹുല്ലാഹ്, എന്തെങ്കിലും കൊടുത്താൽ മതി, വരി നമുക്ക് ചീട്ട് കളിക്കാം എന്ന് പറഞ്ഞതുപോലെ ചീട്ട് പോലെയുള്ള ചൂതാട്ടം വല്ലതും കളിക്കാം വാ എന്ന് പഴയ ശീലത്തിന് ആരെങ്കിലും പറഞ്ഞു പോയാൽ എന്ത് ചെയ്യട്ടെ, എന്തെങ്കിലും സദഖ കൊടുക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടും ഒരൊറ്റ ഹദീസിൽ വന്നത് കാണാം, ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസ്. ഇങ്ങനെ അവർ ബഹുമാനിച്ചിരുന്ന ഒന്നായിരുന്നു രണ്ട് അവരുടെ ഇലാഹുകളായിരുന്നു ലാത്തയും ഉസ്സയും. മനാത്ത എന്നത് മുശല്ലൽ എന്നു പേരുള്ള മക്കക്കും മദീനക്കും ഇടയിലുള്ള ഖുദൈദ് എന്ന സ്ഥലത്തെ മുശല്ലൽ എന്ന പ്രത്യേക സ്ഥലത്തുണ്ടായിരുന്നതായിരുന്നു മനാത്ത. അത് ഔസ് ഖസറജ് ഗോത്രങ്ങൾ, മദീനയിലുള്ള ഔസ് ഖസറജ് ഗോത്രങ്ങൾ ഇതിനെ ബഹുമാനിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അവിടുത്തേക്ക് ഇതിന്റെ ഒക്കെ പ്രദേശങ്ങളിൽ അധികാരം കിട്ടിയപ്പോൾ ഇതൊക്കെ പൊളിച്ച് അതൊക്കെ ഇല്ലാതെയാക്കാൻ സഹാബത്തിന് പറഞ്ഞയച്ചതായി ചരിത്രത്തിൽ കാണാം. ചരിത്രത്തിന്റെ സീറയുടെ കിതാബുകളിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ ഭരണം കിട്ടിയപ്പോൾ ഇതൊക്കെ പൊടിച്ചില്ലാതാക്കാൻ സഹാബത്തിനെ നിയോഗിച്ച് അയച്ചതായി. ഏതുപോലെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തില്ലേ? സാമിരോട് പറഞ്ഞെന്താ, നിന്റെ ഇലാഹിനെ നോക്കിക്കോ, ഞങ്ങൾ എന്ത് ചെയ്യും, ഞാനതിനെ കത്തിച്ച് കടലിൽ പാറ്റിക്കളയുമെന്ന് സാമിരിയോട് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി സൂറത്തു താഹയിൽ കാണാം. കാരണം അത് മുസ്ലിമീങ്ങളുടെ അധികാര സ്ഥലത്ത് ആയതിനാൽ. പിന്നെ അവിടെ ശിർക്ക് അനുവദിക്കാൻ സാധ്യമല്ല, പ്രത്യേകിച്ച് ജസീറത്തുൽ അറബിൽ, അറബ് ഭൂഖണ്ഡത്തിൽ അത് പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മൂന്നെണ്ണത്തിന് പ്രത്യേകം പറഞ്ഞത് എന്താണ്? ഇതുപോലെ പല ഗോത്രങ്ങൾക്ക് പലതുമുണ്ട്, പക്ഷെ ഇതിനെ പ്രത്യേകം പറഞ്ഞത് ഇമാം ഇബ്നു കസീർ പറയുന്നു, വഇന്നമാ അഫ്റദ ഹാദിഹി ബിദ്ദിക്രി ലിഅന്നഹാ അശ്ഹറു മിൻ ഗൈരിഹാ. കാരണം ഇത് മൂന്നുമാണ് ഏറ്റവും പ്രസിദ്ധമായത്, എല്ലാത്തിന്റെയും പറയേണ്ടതില്ല, അത് നമ്മളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്ന് പറഞ്ഞാല് എല്ലാ ബാത്തിലും നമ്മൾ എടുത്തു പറയുന്നത്, അതിന് മറുപടി പറയാനാണെങ്കിൽ കൂടി ബാത്തിലിന് മറുപടി പറയുമ്പോൾ എന്ത് പറയരുത്, നാട്ടിൽ കണ്ട എല്ലാ ബാത്തിലും എന്ത് പറയേണ്ടതില്ല, അതിന്റെ പേരെടുത്ത് പറയേണ്ടതില്ല, മറിച്ച് പേരെടുത്ത് പറയുക അത്രയും പ്രശസ്തമായിട്ടുണ്ടെങ്കിൽ മാത്രം. കാരണം എന്താ, അത്രയും പ്രസിദ്ധി ഇല്ലാത്തത് ചിലപ്പോൾ നമ്മളെ പേര് പറഞ്ഞിട്ട് ആരെങ്കിലും അറിഞ്ഞേക്കും. നമ്മളെ നാട്ടിൽ മുമ്പൊരനുഭവം ഒരു സഹോദരൻ പറഞ്ഞേക്കാം. എന്ന് പറഞ്ഞാൽ നമ്മള് ദർഗകളൊക്കെ മുമ്പിങ്ങനെ വീഡിയോ പ്രദർശിപ്പിച്ച് ക്ലിപ്പുകൾ ഇട്ട് പ്രസംഗിക്കുമ്പോ പ്രസംഗം കഴിഞ്ഞിട്ട് ഒരു സാധു വന്നിട്ട് പറഞ്ഞത്രേ, നിങ്ങൾ കാണിച്ച എല്ലാ ദർഗയിലും ഞാൻ പോയിട്ടുണ്ട്, ഒന്നിലൊഴികെ. അതെവിടെ അതിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞത്.
അവിടെ പോകാൻ വേണ്ടി എന്നതുപോലെ ഉണ്ടാവും ചില ആളുകൾ ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞതുപോലെ ചില ബാത്തിൽ നമ്മൾ പറഞ്ഞിട്ട് ആളുകൾ അറിയരുത്. അത്രയും പ്രശസ്തമായിട്ടുണ്ടെങ്കിൽ അത് പറയുക. അതാണ് പണ്ഡിതന്മാരുടെ ശൈലി. ചില ബാത്തിൽ എല്ലാ ബാത്തിലും അവർ പേരെടുത്ത് ഇന്നാൾ ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞ് മറുപടി പറയുകയില്ല. എല്ലാത്തിനും നമ്മൾ പ്രതികരിക്കാൻ പോയത്. മറിച്ച് അത്രയും നമ്മൾ പറയാതെ തന്നെ ആളുകൾ ഒന്നാകെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അതിന്റെ പേരെടുത്ത് പറയേണ്ടി വരും. അല്ലാതെ ചിലപ്പോൾ കുറച്ച് ആളുകളെ അത് അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നമ്മളത് പേരെടുത്ത് ഇന്നാള് ഇന്ന ഭാഗത്തിൽ ഇപ്പോ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ മറുപടി ഇതാ പിടിച്ചോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾ അത് കേൾക്കാൻ നമ്മുടെ വാക്ക് കാരണമാകും. അവർ കേട്ടിട്ടുണ്ടെങ്കിൽ ശരി, കുറെ ആളുകൾ അതുകൊണ്ട് ഫസാദായിട്ടുണ്ടെങ്കിൽ നമ്മളതിന് മറുപടി പറയുക, അല്ലെങ്കിൽ പേര് പരാമർശിക്കാതെ മറുപടി പറയുക, മൊത്തത്തിൽ പറയുക. എപ്പോഴും മറുപടി തഫ്സീലായിരിക്കണമെന്നില്ല. ചിലപ്പോഴൊക്കെ ഇജ്മാലാവാം. എപ്പോഴും വിശദമായി പറയണമെന്നില്ല. ചിലപ്പോൾ ചുരുക്കി മൊത്തത്തിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മൂന്ന് അവരുടെ ഇലാഹുകൾ പ്രത്യേകം പറഞ്ഞത് അത് അത്രയും പ്രസിദ്ധമായിരുന്നു എന്നതുകൊണ്ടാണ്. أفرأيتم اللات والعزى ومناة الثالثة الأخرى ألكم الذكر وله الأنثى ألكم الذكر നിങ്ങൾക്ക് ആൺമക്കളും വലഹു അവന് അഥവാ അല്ലാഹുവിന് അൽ ഉൻസ പെൺമക്കളുമോ അലക്കുമുദ്ദക്കറു നിങ്ങൾക്ക് ആൺമക്കളും വലഹുൽ ഉൻസ അവന് പെൺമക്കളുമോ എന്ന് പറഞ്ഞാൽ ഈ റബ്ബിന് അവന്റെ പെൺമക്കള എന്ന് പറഞ്ഞ് ഈ പലതിനെയും റബ്ബിന്റെ പെൺമക്കൾ എന്ന് പറഞ്ഞ് ചേർത്തി പറയുന്ന ആളുകൾ, മലക്കുകൾ അങ്ങനെ പറയും. അതുപോലെ അവരുടെ ഇലാഹുകളെ ചിലരെ പറയും, ജിന്നുകളെ പറയും. അള്ളാഹുവിന് പെൺമക്കളുണ്ടെന്ന് അവർ പറയും. എന്നാൽ അവർക്ക് പെൺമക്കളുണ്ടായി എന്ന് പറഞ്ഞാലോ വല്ല വജുഹു മുസ്വദ്ദ വഹുവ കദീം, അവന്റെ മുഖം ഇരുണ്ടു പോകും, അവനാകെ പ്രയാസത്തിലാവും. എന്നാൽ ഇതേ ആൾക്ക് അള്ളാഹുവിനെ കുറിച്ച് പെൺമക്കളുണ്ടെന്ന് പറഞ്ഞാൽ യാതൊരു മടിയുമില്ല. അള്ളാഹു ചോദിക്കുന്നു, അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? തിൽക ഇദൻ, എങ്കിൽ അത് ഖിസ്മത്തുൻ, അതൊരു ഓഹരി വെപ്പാണല്ലോ. ദീസ, തീരെ നീതിയില്ലാത്ത അനീതി ആയ ഒരു ഓഹരി വെപ്പാണല്ലോ. അഥവാ പടപ്പുകൾക്കാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞതെങ്കിൽ അതെന്തില്ല, അതിൽ യാതൊരു നീതിയുമില്ല. പിന്നെ എങ്ങനെയാണ് ഖാലിഖായ റബ്ബിനെ കുറിച്ച് നിങ്ങൾ ഇത് പറഞ്ഞാൽ? ഇമാം ഇബ്നു കസീർ പറയുന്നു, ഫലൗ ഇഖ്തസംതും അൻതും വമഖ്ലൂഖുൻ മിസ്ലുക്കും, നിങ്ങളും നിങ്ങളെപ്പോലുള്ള ഒരു പടപ്പും ഇതുപോലത്തെ ഒരു വീതം വെച്ചാൽ ഹാദിഹിൽ ഖിസ്മ ലകാനത് ഖിസ്മത്തുൻ ദീസ ഐ ജൗറൻ ബാത്തില فكيف تقاسمون ربكم هذه القسمة التي لو كانت بين مخلوقين كانت جورا وسفها. നിങ്ങളെങ്ങനെയാണോ റബ്ബിന് ഈ വീതം വെക്കുക? കാരണം ഇത് രണ്ട് പടപ്പുകൾക്കിടയിലായിരുന്നുവെങ്കിൽ അനീതിയായേനെ. അലക്കുമുൽ ദക്കറു വലഹുൽ ഉൻസ തിൽക ഇദൻ ഖിസ്മത്തുൻ ദീസ. അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള വാക്കാണ് അവർ പറഞ്ഞത്. അല്ലാഹുവിന് സന്താനമുണ്ടെന്ന വാക്ക്, അത് നസ്രാനികളുടെ വാക്ക് മാത്രം വാക്കല്ല, മുശ്രിക്കുകൾ പറഞ്ഞിട്ടുണ്ട്. വജഅലുൽ മലായികത അല്ലദീന ഹും ഇബാദുർ റഹ്മാൻ ഇനാസ, അല്ലാഹുവിന്റെ റഹ്മാനായ റബ്ബിന്റെ അടിമകളായ മലക്കുകളെ അവർ സ്ത്രീകളാക്കി അല്ലാഹുവിന്റെ മക്കളാണെന്ന് പറഞ്ഞു. അതുപോലെ മറ്റു പലതിനെയും പറഞ്ഞു. എന്നാൽ അവർക്ക് പെൺമക്കൾ ഉണ്ടാകുന്നത് അവർക്കിഷ്ടവുമല്ല. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഇലാഹുകളുടെ ഒക്കെ സ്ഥിതി? ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമൂഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ ഇയത്തബിഊന ഇല്ല الظن وما تهوى الأنفس ولقد جاءهم من ربهم الهدى. إن هي ഇത് ഒന്ന് മാത്രമാണ്. ഇല്ല അസ്മാഉൻ, ഇത് അല്ല, ഇല്ല അസ്മാഉൻ ചില പേരുകളല്ലാതെ അല്ല. സമ്മൈതുമൂഹ, നിങ്ങൾ അതിനെ പേര് വിളിച്ചു. അഥവാ ഇതൊക്കെ വെറും പേരുകൾ മാത്രമാണ്. നിങ്ങൾ ഈ പറയുന്ന ഇലാഹുകൾ, അതിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല. സമ്മൈതുമൂഹ, നിങ്ങൾ അതിനെ പേര് വിളിച്ചു. അൻതും, നിങ്ങളും അബാഉക്കും, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും. മാ അൻസലല്ലാഹു, അല്ലാഹു അവതരിപ്പിച്ചിട്ടില്ല, ബിഹാ, അതിന് മിൻ സുൽത്താൻ, ഒരു തെളിവും അല്ലാഹു ഇതിന് അവതരിപ്പിച്ചിട്ടില്ല. ഇവ ഇലാഹുകളാണെന്നോ ഇതിന് ആരാധനക്ക് അർഹതയുണ്ടെന്നോ ഇതിന് ഇന്ന ഇബാദത്തുകൾ നിങ്ങൾ കൊടുക്കണമെന്നോ അല്ലാഹു ഒരു രേഖയും ഇറക്കിയിട്ടില്ല. ഈ യത്തബിഊന, അവർ പിൻപറ്റുന്നില്ല, ഇല്ല ളന്ന, ഊഹത്തെ അല്ലാതെ. ഊഹം മാത്രമാണ് അവർ പിൻപറ്റുന്നത്. അവരുടെ കഥകളൊക്കെ ഊഹം മാത്രമാണ്. വമാ തഹുവൽ അൻഫുസ്, അതുപോലെ നഫ്സിന്റെ ഹവയും
അവരുടെ ദേഹേച്ഛകളും അതുമാത്രമാണ് അവർ പിൻപറ്റുന്നത്. വലഖദ് ജാഅഹും, തീർച്ചയായും അവർക്ക് വന്നെത്തിയിട്ടുണ്ട്, മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്ന് അൽ ഹുദ, സന്മാർഗം വന്നെത്തിയിട്ടുണ്ട്. ഈ ദീൻ അത് ഹുദയാണ്, വെളിച്ചമാണ്, സന്മാർഗമാണ്. എന്നാൽ മറ്റുള്ള ഈ അവരുടെ ഇലാഹുകളും അവരുടെ പേരുകളും അതുമായി ബന്ധപ്പെട്ട കഥകളും ഐതിഹ്യങ്ങളും കറാമത്ത് കഥകളും ഇതൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ അവരിട്ട ചില പേരുകളും, അതുപോലെ അവരും അവരുടെ പൂർവ്വപിതാക്കന്മാരും ചമച്ച പേരുകളും അവരുണ്ടാക്കിയ കഥകളും ഒക്കെയാണ്. അവർ പിൻപറ്റുന്നത് ഊഹത്തെയാണ്. അതുപോലെ അവരുടെ നഫ്സിന്റെ ഹവയാണ്, ദേഹത്തെ തോന്നിവാസത്തെയാണ് അവർ പിൻപറ്റുന്നത്. അള്ളാഹു യാതൊരു രേഖയും അതിൽ അവതരിപ്പിച്ചിട്ടില്ല. അള്ളാഹു സന്മാർഗം ഇറക്കിയിട്ടുമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ അവർ പിൻപറ്റേണ്ടത്. അള്ളാഹു പറയുന്നു, അംലിൽ ഇൻസാനി മാ തമന്ന, അംലിൽ ഇൻസാനി മാ തമന്ന, മനുഷ്യനുണ്ടോ മാ തമന്ന, അവൻ കൊതിച്ചതൊക്കെ. അംലിൽ ഇൻസാനി, അതല്ല മനുഷ്യന് ലഭിക്കുമോ, മാ തമന്ന, അവൻ ആഗ്രഹിച്ചതെല്ലാം. ഫലില്ലാഹി, അള്ളാഹുവിൻ്റെതാണ്, അൽ ആഖിറത്തു വൽ ഊല, ആഖിറത്തും ആഖിറത്ത് അഥവാ അവസാനത്തതും, വൽ ഊല ആദ്യത്തതും, ഈ ലോകവും പരലോകവും അള്ളാഹുവിൻ്റെത് മാത്രമാണ്. അഥവാ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവന് ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുകയില്ല. അവൻ ആഗ്രഹിക്കുന്നത് പോലെ കാര്യം നടക്കണമെന്നില്ല. റബ്ബ് പറഞ്ഞില്ലേ, ലൈസ ബി അമാനിയിക്കും വല അമാനി അഹ്ലുൽ കിതാബ്, നിങ്ങളുടെ മോഹങ്ങളോ അഹ്ലുൽ കിതാബിന്റെ വ്യാമോഹങ്ങളോ അല്ല നടക്കാൻ പോകുന്നത്, മറിച്ച് അള്ളാഹു തീരുമാനിച്ചതാണ് നടക്കുക. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്നതാണ്, ഇദാ തമന്ന അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും ആഗ്രഹം വെക്കുകയാണെങ്കിൽ ഫലിയസ്തക്തിർ, കുറേ ആഗ്രഹിച്ചോളട്ടെ. കാരണം എന്താ, ഫഇന്നമാ യസ്അലു റബ്ബഹു അസ്സ വജൽ, നമ്മൾ ചോദിക്കുന്നത് ആരോട് മാത്രമാണ്, അവൻ ചോദിക്കുന്നത് റബ്ബിനോട് മാത്രമാണ്. അള്ളാഹുവിന് എന്ത് വലുത്, അള്ളാഹുവിനൊന്നും വലുതല്ലല്ലോ, നമുക്കല്ലേ വലുത്. ഫഇന്ന അല്ലാഹ ലാ യതആലമുഹു ഷൈ, മറ്റൊരു ഹദീസിൽ വന്നിട്ടുള്ളത് പോലെ അള്ളാഹുവിനൊന്നും വലുതല്ല. അതുകൊണ്ട് മുഅ്മിൻ അവൻ ആഗ്രഹിക്കുക, ഏറ്റവും നന്നായി ആഗ്രഹിക്കേണ്ടത് മുസ്ലിമായി മരിക്കാനാണ്. അതാണ് ഏറ്റവും വലിയ ആഗ്രഹമാകേണ്ടത്. ഈ ദീനിലായി അവൾ മരിക്കുക, സ്വർഗത്തിലെത്തുക. അതിനുശേഷം ദുനിയാവിലെ ഏത് കാര്യങ്ങൾ നമുക്ക് ആഗ്രഹിക്കാം. ആഫിയത്ത്, ആരോഗ്യമുണ്ടാവുക എന്നത് ദുനിയാവിലെ നല്ല ആഗ്രഹമാണ്. ഇൽമുണ്ടാവുക, ദീനിൽ വിജ്ഞാനം ഉണ്ടാവുക നല്ല ആഗ്രഹമാണ്, അത് വെക്കുക. അതുപോലെ ദുനിയാവിലെ ബാക്കി ഹസനത്തുകൾ, നന്മകൾ, ജനങ്ങളുടെ മുന്നിൽ കൈനീട്ടേണ്ടാത്ത അവസ്ഥ, താമസിക്കാൻ സമാധാനമുള്ള അതിനുള്ള വിശാലതയുള്ള വീട്, ഉപകാരപ്പെടുന്ന വാഹനം, നല്ല അയൽവാസി, നല്ല ഇണ, നല്ല മക്കൾ, ഇതെല്ലാം ദുനിയാവിന്റെ ഹസനത്തിൽ നന്മകളിൽപ്പെട്ടതാണ്. ആഗ്രഹിക്കാം, ഏറ്റവും മുന്തിയത് ആഗ്രഹിക്കുകയും. ആരും നടക്കില്ലെന്ന് പറയുന്നത്, നടക്കില്ലെന്ന് എല്ലാവരും പറയുന്നത് നമുക്ക് ആഗ്രഹിക്കാം, റബ്ബിനോട് ചോദിക്കാം. കാരണം എന്താ, റബ്ബിനൊന്നും വലുതല്ല, റബ്ബിനോടാണ് ചോദിക്കുന്നത്. മനുഷ്യന് അവൻ ഉദ്ദേശിച്ചത് കിട്ടുമോ അള്ളാഹു ചോദിക്കുന്നു. അംലിൽ ഇൻസാനി മാ തമന്ന, മനുഷ്യൻ അവന് ആഗ്രഹിച്ചതെല്ലാം ഉണ്ടോ? ഒരിക്കലുമില്ല, അവൻ ആഗ്രഹിച്ചതെല്ലാം നടക്കണമെന്നില്ല. അള്ളാഹു ഉദ്ദേശിച്ചതാണ് നടക്കുക. പക്ഷെ റബ്ബിനോട് നമുക്ക് ചോദിക്കാം. അള്ളാഹു ഒരു പക്ഷെ നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, നീ ചോദിക്കുമെന്നും എന്നിട്ട് നിനക്ക് നൽകുമെന്നും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, അള്ളാഹു ഒരുവനെ സഹായിക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവന് മനസ്സിലിട്ടു കൊടുക്കും. എന്ത്? റബ്ബിനോട് സഹായം തേടാനുള്ള ചിന്ത അവന് അള്ളാഹു മനസ്സിലിട്ടു കൊടുക്കും. ദുആ ചെയ്യാനുള്ള തോന്നൽ അള്ളാഹു അവന് ഇട്ടുകൊടുക്കും. എന്തിനാണത്? അള്ളാഹു അവനെ സഹായിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് റബ്ബിന്റെ സഹായം അവനോട് ചോദിക്കുന്നതിൽ, അവനോട് ദുആ ചെയ്യുന്നതിലാണുള്ളത്. ഫലില്ലാഹിൽ ആഖിറത്തു വൽ ഊല, അള്ളാഹുവിൻ്റെതാണ് ആഖിറത്തും ദുനിയാവും ആഖിറത്തും. അതുകൊണ്ട് റബ്ബിനോട് ചോദിക്കാം. വസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി, അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് ചോദിക്കുക നിങ്ങൾ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വലാ തതമന്നൗ മാ ഫദ്ദല അല്ലാഹു ബിഹി ബഅദക്കും, അള്ളാഹു പറഞ്ഞതുപോലെ സൂറത്തുൽ നിസായിൽ, അള്ളാഹു നിങ്ങളിൽ ചിലരെക്കാൾ ശ്രേഷ്ഠത നൽകിയത് അത് നിങ്ങൾ ആഗ്രഹിച്ച് ചെല്ലരുത്. പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ അള്ളാഹു ഫദ്ൽ നൽകി, അത് പറഞ്ഞ ശേഷമാണ് ഈ ആയത്ത്. അതിന് ആ സന്ദർഭത്തിലുള്ള ആയത്തുകൾ.
അതുകൊണ്ട് ദുനിയാവിൽ നമ്മെക്കാൾ വല്ലവർക്കും അള്ളാഹു ശ്രേഷ്ഠത കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ മോഹിച്ചു ചെല്ലാതെ വസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി, അള്ളാഹുവിനോട് അവന്റെ ഔദാര്യം നിങ്ങൾ ചോദിക്കുകയെന്ന് അള്ളാഹു പറഞ്ഞു. കാരണം അവന്റേതാണ് ദുനിയാവും ആഖിറത്തും. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ദർസിൽ പറയാം. والله تعالى عالم. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.